ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരേ എന്നറിയില്ലേ, നിങ്ങളി നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാനിന്നാട്ടിലമീറാണെന്ന്. എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാ ഒന്നിതു കേട്ടിടുവിൻ. അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബ്നു അസീസിൻ അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി. ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ. ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ. ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇതു തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീൻ. ഈ കൂര ഉമർ ഖലീഫ തങ്ങളുടേതോ സുബ്ഹാനല്ലാഹ്. ഇതുപോലെ മറ്റൊരു കുടില് നാട്ടിലുമില്ലല്ലാഹ്. ഇതുപോലെ നിരവധി നിസ്തുല മാതൃക കാട്ടിയ ജനസേവകനാ ഇബ്നു അസീർ ഹിദിൻ സോദരരേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരേ എന്നറിയില്ലേ, നിങ്ങളി നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ
മുന്തിരി തിന്നിടുവാൻ